السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن سار على دربه واستنى بسنته إلى يوم الدين. أما بعد. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണം വളരെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കുക, അതിനാവശ്യമായ മര്യാദകളും നിയമങ്ങളും വിധികളും എന്തൊക്കെയാണ് എന്ന് അല്പാൽപമായി മനസ്സിലാക്കുക, അവ അനുസരിച്ചുകൊണ്ട് പാരായണം ഭംഗിയാക്കുക എന്നതാണല്ലോ നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗിയെ സ്വാധീനിക്കുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ നാം മുമ്പ് വിശദീകരിച്ചുവല്ലോ. മണിച്ചുകൊണ്ടുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹവാഇ തൻതഹി എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ജസരി പറയുകയുണ്ടായി. അവയിൽ നിർത്തുമ്പോൾ അത് ഹവായിൽ, അങ്ങനെ ആ ഉ ഈ എന്നിങ്ങനെ അവസാനിപ്പിക്കപ്പെടുന്നതാണ്. അതാകുന്നു ഹുറൂഫുൽ മദ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെ ആ ദീർഘാക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ വരിക എന്നതായ പ്രത്യേക കാരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ മദ്ദിൻ്റെയും ലീനിൻ്റെയും അക്ഷരങ്ങളെ കൂടുതലായി ദീർഘിപ്പിക്കേണ്ടി വരുന്നത്. അങ്ങനെ ദീർഘം നൽകുക എന്നതാണ് മദ് എന്നതുകൊണ്ട് തജ്വീദിൽ സാങ്കേതികമായി അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. എന്താണ് ലീനിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതാകട്ടെ മദ്ദിൻ്റെ ഹുക്മു പോലെ തന്നെയാണ് അതിനും എന്നൊക്കെ പറയും പോലെ ഇവിടെ വന്ന ഈ അക്ഷരത്തെ നാം അല്പം ദീർഘിപ്പിച്ചിരിക്കുന്നു. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ഹർഫുൽ ലീൻ, ലീനിൻ്റെ അക്ഷരം. ഇവിടെ ഹർഫുൽ മദ്, ദീർഘാക്ഷരം എന്നല്ല പറയുക, ലോലമായി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരം എന്നാണ് ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഇവയ്ക്ക് ശേഷം പ്രത്യേകമായ കാരണമായി കണക്കാക്കപ്പെടുന്ന ഹംസയോ സുക്കൂനോ വരിക എന്ന ആ അവസ്ഥ വന്നാൽ, ആ കാരണമുണ്ടായിത്തീർന്നാൽ കൂടുതൽ ദീർഘിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ദീർഘിപ്പിക്കുക എന്നതാണ് സാങ്കേതികമായി മദ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വിപരീതമാണ് ഖസ്ർ. ഖസ്റിന് ഭാഷയിൽ അൽഹപ്പെടുന്നത് നിയന്ത്രിക്കുക, തടയുക എന്നൊക്കെ. സാങ്കേതികമായി അതിന് നൽകപ്പെടുന്ന അർത്ഥം എന്താണ്? അസാമാന്യമായി ദീർഘം നൽകാനുള്ള പ്രത്യേക കാരണങ്ങൾ ഇല്ലാത്തപ്പോൾ, അതായത് കൂടുതൽ ദീർഘം നൽകാൻ പ്രത്യേകമായി നാം മനസ്സിലാക്കിയ ഹംസയോ സുക്കൂനോ വരിക, അക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ ഉണ്ടാവുക എന്നതായ പ്രത്യേക കാരണം ഇല്ലാത്തപ്പോൾ മദ്ദിൻ്റെയും ലീനിൻ്റെയും അക്ഷരത്തെ 2 മാത്ര നൽകി ഒതുക്കുക എന്നർത്ഥം. 2 മാത്ര, 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകി പരിമിതപ്പെടുത്തുക. അതിൽ കൂടുതൽ ദീർഘം നൽകാൻ പാടില്ല, നീട്ടുവാൻ പാടില്ല. ഇങ്ങനെ ചുരുക്കി ദീർഘിപ്പിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. നാം പറഞ്ഞു ദീർഘാക്ഷരങ്ങൾ 3 എണ്ണമാണ്. ഫത്ഹിന് നീട്ടുവാനുള്ള അലിഫ്, കസ്റിന് നീട്ടുവാനുള്ള യാ, ദമ്മിന് നീട്ടുവാനുള്ള വാവ്. നൂഹീഹ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പദത്തിൽ 3 അക്ഷരങ്ങളും വന്നിരിക്കുന്നു. നൂ ഹീ ഹ, നൂഹീഹ. അതുപോലെ ലീനിൻ്റെ അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ നാം പറഞ്ഞല്ലോ. ഇവ ആകുന്നു ഹുറൂഫുൽ മദ്, അതുപോലെ ലീനിൻ്റെ 2 അക്ഷരങ്ങളായ ഹർഫാലീൻ, അലിയാഉ വൽവാവ്. ഇനി എന്തൊക്കെ അഖ്സാമുൽ മദ്, ദീർഘത്തിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്? ദീർഘങ്ങൾ അടിസ്ഥാനമായി 2 ഇനങ്ങളാണ്. വളരെ പ്രാഥമികമായി നാം അറിയേണ്ട ഒരു കാര്യമാണ്. 2 ഇനങ്ങളായിട്ടാണ് ദീർഘങ്ങൾ വരിക. ഒന്ന് അൽ മദ്ദുൽ അസ്ലി, അസ്ലി എന്നോ തബീഇ എന്നോ ഒക്കെ പേര് വിളിക്കപ്പെടുന്ന
ദീർഘം. രണ്ടാമത്തേത് അൽ മദ്ദുൽ ഫർഈ, അസ്ലിയല്ലാത്ത മറ്റ് ദീർഘങ്ങൾ മൊത്തത്തിൽ അവക്ക് പറയപ്പെടുന്ന പേരാണ് ഫർഈ. ഫർഈ പല വിഭാഗങ്ങളാണ്, പല ഇനങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ദീർഘാക്ഷരങ്ങൾ ഉച്ചാരണത്തിലുണ്ടാവാൻ മാത്രം മതിയായ സാമാന്യ ദീർഘം ഇതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് തബീഈ എന്നും പറയാം, അടിസ്ഥാനപരം, പ്രകൃതിപരം, സാമാന്യം എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഇനി അൽ മദ്ദുൽ അസ്ലിയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, അൽ മദ്ദുൽ അസ്ലി 2 ഹറക്കത്തിൻ്റെ അളവിൽ അഥവാ 2 മാത്ര നൽകി മാത്രമേ ദീർഘിപ്പിക്കാവൂ. ഇത് നാം അറിയണം. നേരത്തെ സൂചിപ്പിച്ചു, കൂടുതൽ ദീർഘം നൽകാൻ കാരണമായിട്ടുണ്ടാകുന്ന പ്രത്യേക കാരണങ്ങളായ ഹംസയോ സുക്കൂനോ ശേഷം വരിക എന്നത്. അങ്ങനെ വരാത്ത സന്ദർഭങ്ങളിലുള്ള ഈ തബീഇയായ അസ്ലിയായ ദീർഘങ്ങൾ ഒരു